ഇവിടെ വന്ന് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചിലൊന്നാണ് ഇത്. ഇവിടെ നിന്ന് ഈ കടൽ കാണുമ്പോ ഉണ്ടല്ലോ വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ധൻഷേണ് ഇവിടെ നിന്ന് ഈസ്തറ്റിക് ഫോട്ടോ വേണത്രേ. ഈ കോട്ടിട്ട് നിന്ന് തലയിൽ വെള്ളം വീഴുന്ന ഈസ്തറ്റിക് ഫോട്ടോ വേണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ നീ എന്നെ വെച്ച് ഈസ്തറ്റിക് ഉണ്ടാക്കണ്ടടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിൽ കൂടുതൽ വെള്ളം വിട്ട് വീണുമില്ല. എന്നാൽ ചെറിയൊരു ഈസ്തറ്റിക് ഫോട്ടോക്ക് ഞാൻ നിന്നപ്പോഴോ നീ എത്ര വേണം എടുത്തോ എന്നുള്ള രീതിയിൽ തുരുതുരാ തിര. മഴ കാരണം ചെറിയൊരു ഡ്രസ്സ് ഇട്ട് കോട്ടിട്ടെങ്കിലും ദാ ഇപ്പൊ കടൽ വെള്ളം ഒരു തുള്ളി പോലും മിസ്സാവാതെ ഒക്കെ നനഞ്ഞിട്ടുണ്ട്. എന്റെ ചെവി അടക്കം വെള്ളം കയറിയിട്ടുണ്ടേ. കുറച്ചുകൂടെ ഈസ്തറ്റിക് ഫോട്ടോ എടുത്താലോ? ധൻഷേട്ടന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ധൻഷേട്ടൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. വെട്ടമൊന്നുമില്ലാതെ ആളുടെ നേരിൽ മാത്രം കാണുന്ന ഈസ്തറ്റിക് ഫോട്ടോ വേണത്രേ. ഇപ്പോഴാ മനസ്സിലായത് ഞാൻ കണ്ട സിനിമകളിലെ പ്രേതങ്ങളൊക്കെ ഈസ്തറ്റിക് ആയിരുന്നു. ഇനിയാണ് നമ്മുടെ പെണ്ണ് വീട്ടുകാരുടെ കലാപരിപാടി. അയ്യോ എനിക്ക് ഈസ്തറ്റിക് ഒന്നും വേണ്ട, എനിക്ക് തിരിച്ചു കയറി വന്നാൽ മതി, എന്റെ കാലിലൊക്കെ മണ്ണാവുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ ധൻഷേട്ടൻ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഈ കട എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്ത് മാടി വിളിച്ചോണ്ടിരുന്ന ഒരു കടയാണ്. ഇവിടെ ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു ഡ്രസ്സിന്റെ ബാക്കിൽ വേറൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളായിട്ട് പല പല ഡ്രസ്സുകളാണ്. ഓരോ ഷർട്ട് എടുത്താലും ഓരോ ഡ്രസ്സുകൾ എടുത്താലും വെറൈറ്റി ഓഫ് ഡ്രസ്സസ് നമുക്ക് ഇവിടെ കിട്ടൂട്ടോ. പക്ഷെ നല്ല വിലയാണ്, വില പേശണം. ഞങ്ങൾ അവിടെ നിന്ന് 2 ഡ്രസ്സൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. വന്ന വഴിക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഫുഡ് ട്രക്ക് നമ്മുടെ കണ്ണിപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഷവർമയും അപ്പുറത്തുനിന്ന് ഒരു ബേൽപൂരി മേടിച്ച്. ഷവർമ അടിപൊളിയായിരുന്നേ, പക്ഷെ ബേൽപൂരി അത്ര പോരായിരുന്നു. ബട്ട് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് അങ്ങ് കഴിച്ചു.